ഒരു വമ്പൻ ഓണക്കാശ് അത് ന്യായമായിരിക്കും. നന്മകളുടെ ഒന്നാമത്തെ ഇടവേള ഓഫീസിലാണ്. ശരിക്കും ക്ലീനാക്കിയല്ലേ? ഡോക്ടർ തേടിത്തരാൻ ക്ലീനാണെന്ന് ശരിക്കും പരിശോധിക്കും. ഓ അതെ, ആ മെമ്മോ കണ്ടോട്ട് ചെയ്തായിരുന്നു. ശരിക്കും എന്നാലും സിസ്റ്റർ അത് പുറത്തു കൊണ്ടുപോയ രോഗികൾക്ക് വായിക്കാൻ കൊടുക്കും. പിന്നെ ആ റിപ്പോർട്ടർക്ക് വായിക്കാൻ കൊടുക്കും. ഗുഡ് മോർണിംഗ്. പേഷ്യൻസിന്റെ ചാർട്ടല്ലേ? ഇത് കുറവാണല്ലോ ഡോക്ടറെ. മഴയൊക്കെ അല്ലേ, ചിലപ്പോ അതായിരിക്കും പേഷ്യൻസ് പോകും. മാതൃഭൂമിക്ക് 1000, മനോരമയ്ക്ക് 2000, പിന്നെ ചിരിക്കൊടുക്ക, കളിക്കൊടുക്ക, മറ്റേ കൊടുക്ക. എന്നിട്ട് രോഗികൾ തീരെ കുറവാണ്. എൻ്റെ ഫ്ലക്സ് കണ്ടിട്ട് പോലും രോഗികൾ വേറെ ക്ലിനിക്കിൽ പോകാതെ ഇങ്ങോട്ട് തന്നെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എല്ലാം വെറുതെ. സാധാരണക്കാരെല്ലാവരും ഈ കോവിഡ്-19 എത്രയും പെട്ടെന്ന് കുറയട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഡോക്ടറുണ്ട് ഇങ്ങനെ. ഒരു തർക്കത്തിന് ഞാനില്ല. ആട്ടെ, പുറത്ത് എത്ര പേഷ്യൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്? ഒരു 3 പേരുണ്ട്. പിന്നെ ഒരു റിപ്പോർട്ടർ പുറത്തിരിക്കുന്നുണ്ട്. റിപ്പോർട്ടറോ? ഏത് ചാനലിൽ? അത് കൺഫ്യൂഷൻ ന്യൂസ് ചാനലിൽ നിന്നാണ്. ഓ, മനസ്സിലായി. പ്രമുഖരെ ട്രോളുന്ന ആ ചാനൽ. ഇപ്പൊ വിളിക്കണ്ട. രോഗികളെ കണ്ടതിന് ശേഷം 1-2 ടെലിഹെൽത്ത് കൺസൾട്ടേഷൻ കഴിഞ്ഞ് ഒരു ഉച്ചമുക്കാലോട് വിളിച്ചാൽ മതി. ആ ചൊറിയ റിപ്പോർട്ടർ ഷീലു പേഷ്യൻസിനെ വിളിക്കും. ടോക്കൺ നമ്പർ 10 ചിന്നമ്മ. ചിന്നമ്മ എവിടെയുണ്ടോ? ചിന്നമ്മ. ചിന്നമ്മ ഇരിക്കും. ചിന്നമ്മ തേങ്ങ വേണമോ അതെ വാക്സിനേഷൻ വേണോ വന്നത്? ഇപ്പൊ ക്ലിനിക്കിന്റെ ഭാഗത്തല്ലേ പുതിയ കല്യാണ തട്ടിപ്പുകളൊക്കെ. മനസ്സിലായില്ലോ ചിന്നമ്മ? അതെ, ഞാൻ ശരിക്കും മനസ്സിലാക്കി തരാം. എടാ സോമശേഖര, നീ വേഷമാണെന്ന് എനിക്ക് മനസ്സിലാവില്ലെന്നാണ് വിചാരിച്ചത്.
അയ്യോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സോമശേഖരൻ അത് ഞാനല്ല. അവൻ എൻ്റെ ഇരട്ട സഹോദരനാണ്. ഓ, അവന്റെ കയ്യെടുപ്പ് കാരണം തലയിൽ മുന്നിട്ട് കിടക്കുന്ന അവസ്ഥയായിരുന്നു ദൈവമേ. ഞാൻ ഇപ്പൊ വന്നത് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞതാണ്. ഈ വാസന വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ വന്നത്. നീ ഞാൻ പറയണമെന്ന് കേട്ടാ മതി. ഹലോ സുഹൃത്തെ, ഇവിടെ ഇരിക്കേ. പിന്നെ ഡോക്ടറെ, ഞാൻ മെഡിക്കേഷൻ സ്റ്റോക്ക് ചെക്ക് ചെയ്തിട്ട് വരാം. ഈ വാക്സിൻ എന്ന് പറഞ്ഞാലേ അത് എടുക്കുന്നതുകൊണ്ട് വലിയ രോഗങ്ങളായിട്ട് നോക്കും, അത്രേ ഉള്ളൂ. എന്നാ ശരി ഡോക്ടറെ, അപ്പോ ഹാപ്പി ഓണം. ഞങ്ങൾക്ക് സെന്റ് മേരീസ് പള്ളിയിലെ ഓണാഘോഷ പരിപാടിക്ക് പോകാനുള്ളതാ. ഓണാഘോഷം ഈ കോവിഡ് കാലത്തോ? അതെ ഡോക്ടറെ, സെന്റ് മേരീസ് പള്ളിയിലെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വികാരം. അത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല. ഷീല, ഷീല. ഡോക്ടറെ, ഇനി അടുത്തൊരു ടെലിഹെൽത്ത് അപ്പോയിന്റ്മെന്റ് ആണ്. ഓക്കെ, ആദ്യം ടെലിഹെൽത്ത് നടക്കട്ടെ. അതിനുശേഷം ആ ചൊറിയ റിപ്പോർട്ടറെ വിളിക്കാം. ഹലോ ഹലോ, ഞാൻ ഡോക്ടർ വിക്രം. ഇത് സൈമല്ലേ? ഞാനേ നിങ്ങളുടെ രോഗങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കുക. ഹലോ, കേൾക്കാവോ? എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ മേൽപ്പള്ളിയിൽ നിന്ന് നാട്ടിലെത്തിയതാണ്. ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും എന്നെ പൊക്കിയെടുത്തുകൊണ്ട് പോയി. ആദ്യം ഞാൻ വിചാരിച്ചു പ്രവാസിക്ക് ഇത്രയും വലിയ സ്വീകരണമാണ്. പിന്നെയല്ലേ ഡോക്ടറെ ഇവിടുത്തെ സ്ഥിതികൾ എനിക്ക് മനസ്സിലായത്. ഞാൻ 14 ദിവസം ക്വാറന്റൈനിലാണ്. ആ സൈമ, പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ചെറിയ തുമ്മലുണ്ട്. രാവിലെ ചെറുതായിട്ടൊരു തൊണ്ടവമ്പരം തോന്നി. ഹലോ സൈമ, ഭക്ഷണത്തിന് രുചിയൊക്കെ തോന്നുന്നുണ്ടോ? എന്റെ പൊന്നു ഡോക്ടറെ, ഇവിടെ മൊത്തം വെജിറ്റേറിയൻ ഫുഡാണ്. ഡോക്ടറെ, എനിക്ക് 2 ചില്ലി ചിക്കൻ ഓർഡർ ചെയ്ത് തരാമോ? കൂടെ 2 ബിയറും. അത് കഴിച്ചിട്ട് രുചി എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയോ? സൈമ, ഒരു ഡോക്ടറിന് നിനക്ക് കുറിപ്പടി എഴുതാനും രോഗികളെ നോക്കാനാണ് എനിക്കിവിടെ ചുമതല. അപ്പോ സൈമൺ കൂടുതൽ എന്തെങ്കിലും സിംറ്റംസ് തോന്നുന്നുണ്ടെങ്കിലേ എന്നെ വിളിക്കുക കേട്ടോ. ശരി, കളക്ടർ സോറി. ഷീല, ഷീല. യെസ് ഡോക്ടർ. ഇയാളെ സ്ക്രീനിൽ ചെയ്തിട്ടേ അകത്തേക്ക് കയറ്റിവിട്ടാൽ മതി. ഓക്കെ ഡോക്ടർ. ഹലോ, മിസ്റ്റർ, നിങ്ങൾ ഇങ്ങോട്ട് വരും. അതെ, ഞാൻ ഷീല. ഇവിടുത്തെ സ്ക്രീനിന്റെ വയസ്സാണ്. ഇതിലൊരു ടെസ്റ്റ് ഉണ്ട്. 4 ക്വസ്റ്റ്യൻ ഉണ്ട്. യെസ് ഓർ നോ മാത്രം അറിയാം. ശരി സിസ്റ്റർ, ഇവിടെ പരീക്ഷയും. സിസ്റ്റർ ഒരു മിനിറ്റ്. അമ്മച്ചി, എനിക്ക് ടെസ്റ്റ് ഉണ്ടെന്ന് പ്രാർത്ഥന കേട്ടോ. കഴിഞ്ഞു തന്റെ പ്രൊഫസരം. ഇതേ സ്ക്രീൻ ചെക്ക് ടെസ്റ്റ് ആണ്, സ്കൂൾ പരീക്ഷയല്ല. ക്വസ്റ്റ്യൻ നമ്പർ 1. കഴിഞ്ഞ 14 ദിവസങ്ങളിൽ നിങ്ങൾക്ക് COVID-19 എന്തെങ്കിലും ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ? തുമ്പൽ പ്രശ്നം ആണോ ഇവിടെ പറയുന്നത്? ഏത് നേരത്താണ്? എടോ, യെസ് ഓർ നോ മാത്രം പറയുക. അപ്പോ യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈയിടെയായി COVID-19 കേസുകൾ കൂടുതലുള്ള ഏതെങ്കിലും പ്രദേശത്തേക്കോ അവിടെ നിന്നോ യാത്ര ചെയ്തിട്ടുണ്ടോ? യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് കിട്ടാൻ ഉടൻ തന്നെ ഞാൻ ജമ്മു കാശ്മീരിലേക്ക് യാത്ര പുറപ്പെട്ടു. ധൃതി കെട്ടിയെടുക്കാൻ വിട്ടുപോയി. ഇന്ത്യ തന്നെ പാലക്കാട് അടച്ചു വിട്ടു. നന്നായി. ഹോട്ട്സ്പോട്ട് ഏരിയയിൽ യാത്ര ചെയ്തോ എന്നാണ് ചോദ്യം. നോ. ചോദ്യം ശരിക്കും കേട്ടിട്ട് യെസ് അല്ലെങ്കിൽ നോ മാത്രം പറയുക. അതെ സിസ്റ്റർ, ഒരു ഗ്ലാസ് ജ്യൂസ് കിട്ടുന്നു. എനിക്ക് ജ്യൂസ് മാത്രം മതിയോ? എന്നാ പിന്നെ ഒരു ഓണസദ്യ ആയാലോ? തിരക്കായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3. COVID-19 പോസിറ്റീവായി ചികിത്സിച്ചവരുമായോ നിങ്ങൾ അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ടോ?
ഉണ്ട് വനജ. ഏത് പറഞ്ഞ അടിവാരം മറിഞ്ഞാണോ? അത് തന്നെ സിസ്റ്ററെ, ആ ചോദ്യം ഒന്നും കൂടി ഒന്ന് പറയാമോ? എടോ, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. COVID-19 പോസിറ്റീവായി ചികിത്സിച്ച ആരെങ്കിലുമായി അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ടോ എന്ന്. ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയല്ലോ സിസ്റ്റർ. സിസ്റ്റർ ആണെങ്കിൽ ഇതിലെന്ത് ഉത്തരം പറയും? ഞാനാണെങ്കിലോ അപ്പൊ നോ. ക്വസ്റ്റ്യൻ നമ്പർ 4. നിങ്ങൾക്ക് COVID-19 നിന്നുള്ള ഗുരുതരമായ രോഗസാധ്യത വർദ്ധിപ്പിക്കുന്ന ഏതെങ്കിലും അടിസ്ഥാന ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? ഒരു നിമിഷം. നോ. നിങ്ങളുടെ സ്ക്രീനിങ് ചെക്ക് ടെസ്റ്റ് കഴിഞ്ഞു. പോരായി, നിങ്ങൾക്ക് ഇനി ഡോക്ടറെ കാണാം. അമ്മേ, ടെസ്റ്റ് പാസ്സായി. താങ്ക് യു. ഇനി പുറത്തേക്ക് ഇറങ്ങാൻ വേറെ ടെസ്റ്റുകളുണ്ടോ? ഗുഡ് മോർണിംഗ് ഡോക്ടർ, ഞാൻ ജോൺ പോണേ. കൺഫ്യൂഷൻ ന്യൂസ് ചാനലിൽ വരുന്നു. ഈ കോവിഡ് കാലത്ത് സൗജന്യ സേവനം കൊണ്ടും രോഗികളുടെ സൗജന്യ വാക്സിൻ കൊണ്ടും താങ്കൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. താങ്കൾ ഒരു അത്ഭുത മനുഷ്യൻ തന്നെ. ഡോക്ടർ നെക്സ്റ്റ് പേഷ്യന്റ്. ഓ, അത്ഭുത മനുഷ്യനെ പറഞ്ഞോ, ഞാൻ മറ്റേതോ രോഗത്തിലേക്ക് പോയി. ഡോക്ടർ, ഈ സൗജന്യ ചികിത്സ നൽകാൻ തോന്നിച്ച ചെയ്തോ വികാരം എന്താണ്? എൻ്റെ ചൈൽഡ്ഹുഡിൽ എൻ്റെ ഗ്രാമമായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ. വെളുപ്പിന് 5:00 മാവിൻ ചോട്ടിൽ പോയി ഞങ്ങൾ കുറേ മാമ്പഴം ശേഖരിക്കുമായിരുന്നു. സ്കൂളിൽ ചെന്നിട്ട് എൻ്റെ പാവപ്പെട്ട ഫ്രണ്ട്സിന് എനിക്ക് കിട്ടിയ മാമ്പഴം ഞാൻ വീഴ്ച കൊടുക്കുമായിരുന്നു. എൻ്റെ ഗ്രാമം എപ്പോഴും പറയുമായിരുന്നു, കൊടുക്കും തോറും ഇരട്ടിയാകുന്നു. ഓ, പണ്ടേ തൊട്ട് ഒരു മാമ്പഴപ്പൂതി തന്നെ കള്ളൻ. ഡോക്ടറെ, ഒരു പ്രവാസി മലയാളി പുറത്തു വന്ന് നിൽക്കുന്നുണ്ട്. മെൽബണിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. ഡോക്ടറെ കണ്ടിട്ട് വേണം അയാൾ വീട്ടിൽ പോകാനെന്ന് പറഞ്ഞു. അയാളുടെ പേരെന്താണ്? അവരുടെ പേര് എല്ലാവരും സൈമൺ. മനസ്സിലായി. ആ, എന്ത് പറയാനാ, എല്ലാം വരുമ്പോ ഒന്നിച്ച് വരും. ഡോക്ടറെ, ക്വാറന്റൈൻ കഴിഞ്ഞ് കുറച്ച് ഫ്രഷ് ജ്യൂസ് കുടിച്ചു. ഇപ്പോൾ നാക്കിന് ഭയങ്കര രുചിയാണ്. എൻ്റെ പൊന്നു ഡോക്ടറെ, ഇപ്പോൾ പാക ജ്യൂസ് കുടിച്ചാലും ഭയങ്കര രുചിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് കുറയ്ക്കാൻ എന്തെങ്കിലും പൊടിക്കാനുണ്ടോ? അതെ, താനെ പറഞ്ഞോളൂ. ഹലോ, ഞാൻ അവിടെ ഓണാഘോഷ പരിപാടിക്ക് പോവുകയാണ്. എന്താ വരുന്നോ? ഓക്കെ ഡോക്ടർ, എന്നാ പിന്നെ ഞങ്ങൾ വരാം. ഓണാഘോഷമോ? ഓണാഘോഷത്തിന് ഞാൻ വരുന്നുള്ളൂ, എന്നിട്ട് ഞാൻ വീട്ടിൽ പോകുന്നുള്ളൂ. ഇവിടെ പോയി കിടക്കുക. ഞാനിവിടെ അടുത്തല്ലേ പോലീസ് സിസ്റ്ററെ. ഒന്നും പറയില്ല. ആ സ്റ്റോർ റൂമിന്റെ കീ നോക്കുവാൻ ആ കിച്ചൺ തൊഴിലിന് കിട്ടി. അമ്മാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഇനി മുതൽ ശ്രദ്ധിക്കുന്നില്ല. അതെ, ഇന്ന് സെന്റ് മേരീസ് പള്ളിയിൽ ഓണാഘോഷ പരിപാടി ഉണ്ട്. നമുക്ക് പോകാൻ എന്നാ പോവാനോ? എന്ന നമുക്ക് ഈ ഓണം അടിച്ചു പൊളിച്ചേക്കാം. എല്ലാവരും അടിച്ച് കയറി വാഴ മക്കളെ.
ഒന്നുപോലെ. എല്ലാവർക്കും കൺഫ്യൂഷൻ ന്യൂസ് ചാനലിന്റെ ഓണാശംസകൾ നേരുന്നു. സെന്റ് മേരീസ് പള്ളിയിലെ വികാരി ഫാദർ കുര്യാക്കോസ് അച്ഛൻ ലൈനിലുണ്ട്. ഹലോ അച്ഛ, കേൾക്കാമോ? അച്ഛ, അവിടുത്തെ ഓണാഘോഷ പരിപാടികൾ എന്തായി? ഈ ഓണാഘോഷത്തിൽ ഒരു സന്ദേശം ഞങ്ങളുമായി പങ്കുവയ്ക്കാമോ? ഹലോ, കേൾക്കാം. ഓണാഘോഷമെല്ലാം ഇവിടെ വളരെ മനോഹരമായി നടക്കുന്നു. രാവിലെ 10 മണിക്ക് ഇവിടെ ഓണാഘോഷത്തിന്റെ എല്ലാം ആരംഭിച്ചു. രാവിലെ ഗെയിംസ് നടന്നു. ഉച്ചയ്ക്ക് എല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ച് ഇപ്പോൾ കൾച്ചറൽ പ്രോഗ്രാം എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഓണത്തെ വരവേറ്റുകൊണ്ട് ഇപ്പോൾ ഇവിടെ അവർ പരസ്പരം സന്തോഷവും സ്നേഹവും പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വ്യക്തിപരമായി അച്ഛനോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട് മറിയയും കൂടി കോലഞ്ചേരിയിൽ വെച്ച് അച്ഛനെ കാണാൻ വന്നിരുന്നു. എൻ്റെ വീട് കോലഞ്ചേരിയിലാണ്. അച്ഛൻ എന്നെ കണ്ട് ഓർമ്മയുണ്ടോ? ഞാൻ വല്ലാതെ ഓർക്കുന്നു. ഈ സമയം മരിയുടെ ഹസ്ബൻഡ് അരുൺ ഇപ്പം മെൽബണിലുണ്ട്. ഈ അരുൺ എഴുതിയ സ്ക്രിപ്റ്റാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ക്ലൈമാക്സ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളോട്, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഇതിന് വലിയ ക്ലൈമാക്സ് ഒന്നുമില്ല. ഇതിവിടെ തീരെയാണ്. ഹാപ്പിയാണ്.